ക്യാപിറ്റൽ തിയേറ്ററിൽ നടന്ന ആദ്യത്തെ മലയാള സിനിമയുടെ സ്ക്രീനിങ്, അതിൻ്റെ ഒരു ട്രാജിക് ഇൻസിഡൻറ്റ് സംഭവം നമുക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നത് ആക്ച്വലി ആ വിഗതകുമാരൻ ആദ്യത്തെ സ്ക്രീനിങ് ഇല്ലാതെ പി കെ റോസിക്ക് ആ പടം ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം വേറെ ആയി മാറിയേനെ. തിയേറ്ററിൻ്റെ അകത്ത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും, അതൊരു ഡ്രാമാറ്റിക് ലൈറ്റ് ആയിരിക്കും. സോ അതുപോലെ തന്നെ നമ്മൾ അവസാനത്തെ സീനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് എങ്ങനെയായിരിക്കും. സോ അങ്ങനെ ആ രീതിയിൽ ആക്ച്വലി കുറച്ച് നമ്മൾ കുറേ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്തു. IFFK തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സിനിമയ്ക്കും തിയേറ്ററിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു സിഗ്നേച്ചർ ഫിലിം ഉണ്ട്. ചിത്രത്തിൻ്റെ സംവിധായകൻ KO അഖിലാണ് നമ്മുടെ കൂടെ ചേരുന്നത്. നമ്മൾ തിയേറ്ററിലേക്ക് കയറുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നൊരു ചിത്രം കൂടെയാണ്. അതിലേക്ക് അതൊരു പുറകിലോട്ടുള്ള വിളിയാണ്. എങ്ങനെ മലയാള സിനിമ ഇന്നത്തെ മലയാള സിനിമയായി എന്നുള്ളൊരു ചോദ്യവും നമ്മളുടെ കാലം ബാക്കിയാക്കിയ ഒരു അനീതിയോടുള്ള ഓർമ്മപ്പെടുത്തലും ഒക്കെയാണ്. എങ്ങനെയാണ് സ്വപ്നത്തിലേക്ക് എത്തുന്നത്? ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു IFFKയുടെ ഒരു സിഗ്നേച്ചർ ഫിലിം നമ്മൾ തയ്യാറാക്കുമ്പോൾ അതൊരു കളക്റ്റീവ് ഗദറിങ്, എല്ലാവരും തോളോട് തോള് ചേർന്നിരുന്ന് സിനിമ കാണുന്ന ഒരു ആശയമാണ് ആദ്യം ഒരു സീഡ് ഐഡിയ ആയിട്ട് ആദ്യം വന്നത്. ആ ഒരു ഇനീഷ്യൽ തോട്ട് വന്നത്. സോ ബേസിക്കലി അപ്പം ആ തോട്ടിൽ നിന്നിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നത്. ആ ഒരു നമ്മൾ ഈ ഒരു കളക്റ്റീവായിട്ട് കാണുന്ന ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് ഒരു സിനിമ കാണുന്ന ഒരു ജെസ്റ്റർ ആക്ച്വലി ആ കൾച്ചർ എവിടെ നിന്നാണ് തുടങ്ങിയത്, അപ്പം അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. സോ അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു ക്യാപിറ്റൽ തിയേറ്ററിൽ നടന്ന ആദ്യത്തെ മലയാള സിനിമയുടെ സ്ക്രീനിങ്, അതിൻ്റെ ഒരു ട്രാജിക് ഇൻസിഡൻറ്റ് സംഭവം നമുക്കറിയാം. സോ ബേസിക്കലി ആ ഒരു ഹിസ്റ്റോറിക്കൽ ട്രേസ് ആ ഒരു പടത്തിൽ കൊണ്ടുവരണമെന്ന് തോന്നി. സോ അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആക്ച്വലി ആ വിഗതകുമാരൻ ആദ്യത്തെ സ്ക്രീനിങ് ഇല്ലാതെ പി കെ റോസിക്ക് ആ പടം ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം വേറെ ആയി മാറിയേനെ. സോ ഒരു ചരിത്രം. സോ ബേസിക്കലി we all know, I mean, what happened. Like it's very regressive caste-based atrocity she witnessed. Yes. So that time, so first screening itself has, I mean, ചില പ്രിവിലേജുകൾ മാത്രം ഒതുങ്ങിയായിരുന്നു ആദ്യത്തെ സ്ക്രീനിങ്. സോ അവിടെ നമ്മളിപ്പം 95 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു സിനിമ തോളോട് ചേർന്ന് സിനിമ കാണുന്നത് ഇതൊരു പ്രിവിലേജ് ആയിരുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. സോ അപ്പം അതിനെ എങ്ങനെ പോർട്രേ ചെയ്യാം, ലൈക്ക് ഒരു ആർട്ടിസ്റ്റിക് രീതിയിൽ നമുക്കെങ്ങനെ അതിനെ നമുക്ക് കൺവേ ചെയ്യാം ഐഡിയ, അതായിരുന്നു മെയിൻ ഉദ്ദേശം. സോ ഫോർ മീ ലൈക്ക് ആസ് എ ഡയറക്ടർ ഐ വാസ് വെരി ക്ലിയർ. എനിക്കൊരു ഐ മീൻ പി കെ റോസി ഒരു സബ്മിസീവ് ആയിട്ടുള്ള ഇമേജിൽ അല്ലായിരുന്നു എനിക്ക് കാണിക്കേണ്ടത്. ഐ മീൻ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഐ മീൻ ഷീ ഈസ് കറേജിയസ് ആൻഡ് വെരി ഇൻസ്പയറിംഗ് ഫിഗർ. സോ ആ രീതിയിൽ ആയിരിക്കണം കാണിക്കേണ്ടതെന്നുള്ള ഒരു ഡയറക്ടോറിയൽ വിഷൻ ആദ്യമേ ക്ലിയർ ആയിരുന്നു. ആ ഒരു റൈറ്റിംഗ് പ്രോസസ്സിലാണ്, ഇവൻ ആ തോട്ട് പ്രോസസ്സിലാണ് അത് ക്ലിയർ ആയിരുന്നു. പിന്നെ ഈവൻ ഫോർ മീ ലൈക്ക് വി ഷോട്ട് ദാറ്റ് പി കെ റോസി ഈ വാച്ചിങ് ഫിലിം, ഐ മീൻ ദാറ്റ് സീക്വൻസ് ഐ ഷോട്ട് ഇൻ FTIയുടെ മെയിൻ തിയേറ്ററിലാണ് അത് നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്തത്. സോ ഫോർ മീ, ഐ മീൻ ദർ ഇസ് എ പേഴ്സണൽ കണക്ഷൻ ടു ദാറ്റ്. ഐ മീൻ ഈവൻ മെയിൻ തിയേറ്റർ ആസ് ലൈക്ക് ഇറ്റ്സ് ഓൺ യുവർ ഹോം തിയേറ്റർ. ഐ മീൻ മെയിൻ FTIയുടെ മെയിൻ തിയേറ്ററിനും ഒരു ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് ഉണ്ട്, ലൈക്ക് ഫ്രം പ്രഭാത് era, I mean from silent cinemas era. I mean used to be like one of the largest studio in Asia. So that's how, I mean, that's how this thing happened. And then this title came later actually. The title came later. So അതാണ്. നമുക്കാണെങ്കിലും ഒരുപക്ഷെ പി കെ റോസി ജീവിച്ചിരുന്നിരുന്നെങ്കിൽ അവരിങ്ങനെ വന്നിരിക്കുമായിരുന്നു IFFK എന്നുള്ളൊരു തോട്ട് നമ്മളിലും സ്വാഭാവികമായിട്ട് അതിൽ വരുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് തന്നെ ഇതൊരു യാത്രയെ കൂടെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ IFFK മുൻപുള്ള മലയാള സിനിമയിൽ നിന്നും ഇപ്പോൾ വന്ന് നിൽക്കുന്ന സിനിമയുടെ ഒരു യാത്രയെ കൂടെയാണ്.
ഈ ഒരു യാത്രയെ പേഴ്സണലി എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഹൗ ഡു യു ഫീൽ ദിസ് ട്രാവൽ ഓഫ് മലയാളം സിനിമ ത്രൂ ഔട്ട് ദി ഇയേഴ്സ്? ഡെഫിനറ്റ്ലി ഐ മീൻ മലയാള സിനിമ ഒരു നമ്മൾ അഗെയിൻ നമ്മൾ നോക്കുവാണെങ്കിൽ ലൈക്ക് ആ ഒരു ഫസ്റ്റ് സിനിമയിലുള്ള നമ്മൾ ഒരു റെപ്രസെൻറ്റേഷൻ്റെ ആസ്പെക്ട് ആക്ച്വലി ഐ മീൻ ദാറ്റ് തിങ് ഈസ് ലാക്കിംഗ് till now. Okay, so that thing is there, and especially I mean craft wise and diversity wise, I mean we have explored much. So basically അത് ഏത് ഗേജിൽ നിന്നാണ് നമ്മൾ കണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട് ആക്ച്വലി. സോ അത് നമ്മൾ ഏത് ഗേജിൽ നിന്നാണ് നമ്മൾ കണ്ടത്. സോ അത് ഐ തിങ്ക് ഇറ്റ്സ് ഇവോൾവിങ് ആക്ച്വലി, ലൈക്ക് ഇറ്റ്സ് ഇവോൾവിങ്. ആൻഡ് മലയാള സിനിമ ആയത് ലൈക്ക് rich history of like very progressive content, and definitely like I mean it's evolving. സിഗ്നേച്ചർ ഫിലിം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാണാറുണ്ടെങ്കിൽ പോലും അധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പുറമേ ഉള്ള ഒരാൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് സിഗ്നേച്ചർ ഫിലിം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്, അല്ല എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് പരിചയപ്പെടുത്താമോ? സോ ബേസിക്കലി അക്കാഡമി പ്രപ്പോസൽ ക്ഷണിച്ചായിരുന്നു. പ്രപ്പോസൽ ഇൻ ദ സെൻസ് ലൈക്ക് സിഗ്നേച്ചർ ഫിലിമിൻ്റെ ഐഡിയ. സോ സിഗ്നേച്ചർ ഫിലിമിൻ്റെ ഐഡിയയുടെ കൂടെ തന്നെയാണ് ഈ ഫുൾ ഫെസ്റ്റിവലിൻ്റെ കാറ്റലോഗ് ഡിസൈനും അതിൻ്റെ ഡിസൈനിൻ്റെ ഒരു ഐഡിയ, സിഗ്നേച്ചർ ഫിലിമിൻ്റെ ഐഡിയയും ഒരുമിച്ചാണ് അവർ ക്ഷണിച്ചത്. സോ വി ഗോട്ട് ലൈക്ക് ഇത് സെപ്റ്റംബറിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ, ലാസ്റ്റ് സെപ്റ്റംബറിലാണ് ഇവർ ആപ്ലിക്കേഷൻ ഞാൻ കണ്ടത്. ദെൻ October 3rd ഐ ഗെസ്, ഐ മീൻ October 3rd ആയിരുന്നു ലാസ്റ്റ് പ്രപ്പോസൽ നമ്മൾ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. സോ അതിൽ സോ ബേസിക്കലി ഇങ്ങനെ ഒരു തോട്ട് വന്നു ആക്ച്വലി. അപ്പം ദെൻ വിത്തിൻ ആ ഒരു മാസം ടൈം ഉണ്ടായിരുന്നു ആക്ച്വലി സബ്മിറ്റ് ചെയ്യാനുള്ള. അതിൽ ആക്ച്വലി ഡെവലപ്പ് ചെയ്തെടുക്കുമായിരുന്നു. സോ അതിൽ ഡെവലപ്പ് ചെയ്യുമ്പം ലൈക്ക് ഇവൻ സ്ക്രിപ്റ്റ് ആൻഡ് ദെൻ അത് നമ്മളെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ലൈക്ക് ആ രീതിയിലുള്ള ഈവൻ ട്രീറ്റ്മെൻറ്റ് നോട്ട്, പിന്നെ ദെൻ സ്റ്റോറി ബോർഡിങ്, ഈവൻ ബഡ്ജറ്റിംഗ് ഓൾസോ. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് എക്സിക്യൂഷൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ, ഈവൻ മൂഡ് ബോർഡും അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്തായിരുന്നു. സോ അത് October 3 അത് നമ്മൾ അയച്ചത്. ദെൻ ഇറ്റ് ടുക്ക് ലോട്ട് ഓഫ് ടൈം ആക്ച്വലി, ലൈക്ക് അത് ഫൈനൽ അതിലേക്ക് അറൈവ് ചെയ്തെത്താൻ വേണ്ടി. സോ ദെൻ വി ഗോട്ട് ലൈക്ക് ഫൈനൽ കൺഫർമേഷൻ അറൗണ്ട് November 15th ഫൈനൽ കൺഫർമേഷൻ. അതിന് കുറച്ച് സമയം കൊണ്ടാണ് നിങ്ങൾ ഇത് കംപ്ലീറ്റ്ലി വർക്ക് തീർത്തെടുത്തത്. സോ we made this film like within 20 days. Okay. 20 days. So അങ്ങനെ ആ രീതിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. ലൈക്ക് പ്രീ പ്രൊഡക്ഷൻ വൈസ് നമ്മൾ വളരെ സ്ട്രോങ് ആണ്. ലൈക്ക് സ്ട്രോങ് ഇൻ ദ സെൻസ് ലൈക്ക് you had that complete vision and we are on same page, like ബാക്കിയുള്ള കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാരും അതെല്ലാം സെയിം പേജിലായിരുന്നു. പിന്നെ ഈവൻ വിത്തിൻ പക്ഷേ ഇനീഷ്യലി ഐ വാസ് വെരി സ്കെപ്റ്റിക്കൽ, ലൈക്ക് ഈ 20 ദിവസം കൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ. അതൻ അഗെയിൻ ലൈക്ക് ഇറ്റ്സ് വെരി ചാലഞ്ചിങ് ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ വെരി ഓണർ ലൈക്ക് ടു ഡു എ സിഗ്നേച്ചർ ഫിലിം. സോ ആൻഡ് അഗെയിൻ ലൈക്ക് ഒരു പ്രഷറും ഉണ്ടായിരുന്നു, ലൈക്ക് നമ്മൾ കാരണം ഈ ഒരു ഐഡിയ ഓൺ പേപ്പർ ലൈക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി അംബീഷ്യസ് ആയിട്ടായിരുന്നു ഓൺ പേപ്പർ ബേസിക്കലി. ഇത് അഥവാ ടൈം കിട്ടുമായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വേറെ കുറേ സംഭവങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതന്നെ. സോ അങ്ങനത്തെ കുറച്ച് ചലഞ്ചിങ് ഉണ്ടായിരുന്നു. ദെൻ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. സോ അഗെയിൻ വാട്ട് വി ഡിഡ്, ഐ മീൻ ലൈക്ക് ഐ ഡിസ്കസ് വിത്ത് ടീം, ലൈക്ക് ആൻഡ് ദെൻ ഞാൻ പറഞ്ഞ ലൈക്ക് ഐ ഹാവ് സം പ്ലാൻ, ഐ മീൻ ലെറ്റ്സ് ഡു ഇറ്റ്, ലൈക്ക് നമുക്കിത് ചെയ്തെടുക്കാം, ലൈക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം, ലൈക്ക് ഇത് ചെയ്തെടുക്കാം. പിന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, ലൈക്ക് ഇവിടെ മാസ്റ്റേഴ്സ് വളരെ 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 സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഫിലിംസ് തൊട്ട് ലൈക്ക് ഇന്റർനാഷണൽ സിനിമകളും പിന്നെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള മാസ്റ്റേഴ്സിൻ്റെ വർക്കിൻ്റെ മുമ്പിൽ ഇത് പ്ലേ ചെയ്യുന്ന സമയത്തുള്ള ഒരു സെർട്ടൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇത്ര ഓഡിയൻസിൻ്റെ മുമ്പിൽ നമ്മളൊരു മീൻ എത്ര സെക്കൻഡ് ആയാലും ലൈക്ക് നമ്മൾ ഒരു സംഭവം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഐ മീൻ ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആക്ച്വലി. സോ
അത് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബട്ട് സംഹൗ ലൈക്ക് വി മാനേജ്ഡ്. ഇതിൽ ആക്ട്രസ് ആക്ച്വലി ആദ്യം കാണുന്ന സമയത്ത് ഇത് റീമാസ്റ്റർ ചെയ്തെടുത്ത ഉപയോഗിച്ച് റീമാസ്റ്റർ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഇമേജ് ആണോ എന്നൊക്കെ തോന്നിപ്പോകും. അത്രയും സിമിലാരിറ്റി ലൈക്ക് പി കെ റോസിയുടെ ഒരു പൊട്ടിന് പോലും അതിൽ തോന്നിയിട്ടുണ്ട്. അത്രയും സൂക്ഷ്മമായിട്ട് ഒരു ആക്ട്രസിനെ പിക്ക് ചെയ്യുന്നതും ആളെ ഡിസൈൻ ചെയ്തെടുക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? സോ ബേസിക്കലി അതായിരുന്നു ഒരു ചലഞ്ചിങ് ആക്ച്വലി. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് തന്നെ ലൈക്ക് ഈ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവം ഇത് നമ്മൾ സ്പീക്കർ ആ രീതിയിൽ ഈ സംഭവം, കാരണം നമുക്കുള്ള റെഫറൻസ് ബേസിക്കലി ഒരു സ്പീക്കർ വസിയുടെ ഒരു ഫോട്ടോഗ്രാഫാണ്. ചെറിയൊരു അത് എനിക്ക് തോന്നുന്നു 1970s ആ ഫോട്ടോഗ്രാഫ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അത് വളരെ പിക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. സോ ബേസിക്കലി ആ ഒരു ഇമേജിന്റെ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവം ലൈക്ക് ആ ഒരു സ്പേസ് സ്പീക്കർ വസിയുടെ അറൗണ്ട് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം ബേസിക്കലി. അതൊരു നോർമൽ ഒരു ഫോട്ടോഗ്രാഫാണ്, ഒരു സ്റ്റുഡിയോയിൽ എടുത്ത അങ്ങനത്തെ ഒരു സ്റ്റിൽ ആയിരിക്കും. ഐ മീൻ ജസ്റ്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് ഒരു. സോ അതിനെ നമ്മളെങ്ങനെ ആ ഒരു വേൾഡ് അതിൻ്റെ അറൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. സോ അങ്ങനത്തെ കുറച്ച് തോട്ട്സ് ആയിരുന്നു ആദ്യം ഉള്ളൊരു സംഭവം. സോ ബേസിക്കലി അഗെയിൻ ആ ഒരു ലുക്കും സംഭവങ്ങളും ആ രീതിയിൽ നമ്മളെങ്ങനെ ആരെ കാസ്റ്റ് ചെയ്യുന്നുള്ള ഒരുപാട് ഐ മീൻ വിത്ത് ലിമിറ്റഡ് ടൈം ആൻഡ് ലിമിറ്റഡ് ബഡ്ജറ്റ് ആൻഡ് ഓൾസോ. സോ അങ്ങനെ ഈ അഭിരാമി ബോസിൻ്റെ ഫ്രണ്ടാണ് ആക്ച്വലി ഫസ്റ്റ് നമ്മൾ അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ അഭിരാമിയോട് ചോദിച്ചു. അങ്ങനെയാണ് അഭിരാമി നല്ലൊരു ആക്ട്രസ്സാണ്. അപ്പോൾ അങ്ങനെയാണ് അഭിരാമി ഓൺ ബോർഡ് ആയത്. പിന്നെ ആക്ച്വലി വളരെ നമ്മൾ വളരെ സൂക്ഷ്മമായി ഈവൻ ലുക്ക് ആൻഡ് ഫീൽ ഇൻ ദ സെൻസ് ലൈക്ക് ആ ഒരു ഫോട്ടോഗ്രാഫി നമ്മൾ ഒരുപാട് സ്റ്റഡി ചെയ്തു. ലൈക്ക് ആ സമയത്ത് എന്ത് ഫാബ്രിക് ആയിരിക്കും യൂസ് ചെയ്തത്, ഈവൻ പാറ്റേൺ, ഈവൻ ലൈറ്റിംഗ് കണ്ടീഷൻ ഓൾസോ. അത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റപ്പിലായിരുന്നു ആ സമയം ഷൂട്ട് ചെയ്തത്. ഐ മീൻ ആ ഫോട്ടോഗ്രാഫിലുള്ളത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ലൈറ്റാണ്. സോ ബേസിക്കലി അതിനെ നമ്മൾ ഇപ്പം തിയേറ്ററിൻ്റെ അകത്ത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും, അതൊരു ഡ്രാമാറ്റിക് ലൈറ്റ് ആയിരിക്കും. സോ അതുപോലെ തന്നെ നമ്മൾ അവസാനത്തെ സീനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് എങ്ങനെയായിരിക്കും. സോ അങ്ങനെ ആ രീതിയിൽ ആക്ച്വലി കുറച്ച് നമ്മൾ കുറേ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്തു ഇൻ ടേംസ് ഓഫ് ലൈക്ക് എങ്ങനെയാണ് ആ ലൈറ്റിന് ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ആ ഒരു ഒത്തന്റിക് ആയിട്ട് ആ ഇമേജും ആ രീതിയിൽ ക്രിയേറ്റ് ആകണം ആ ഒരു സംഭവം. സോ അതല്ല AI ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അല്ല, പെട്ടെന്ന് നമ്മളത് അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. ഈ IFFK സ്ഥിരമായിട്ട് വരുന്ന ആളാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട് IFFK സ്ഥിര സാന്നിധ്യമാണ്. എന്തൊക്കെയാണ് IFFK തരുന്നൊരു ഫീലിംഗ് ആഫ്റ്റർ ദിസ് ലൈക്ക് സ്വന്തം പടം കൂടെ സ്ക്രീൻ ചെയ്യുന്ന ഒരു സമയത്ത് എക്സ്പീരിയൻസ് IFFK ആക്ച്വലി ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ട് തന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ് ആക്ച്വലി. അപ്പോൾ ഈ ഒരു സ്പേസ് ആക്ച്വലി എനിക്ക് എപ്പോഴും ഒരു മൊറൽ ബൂസ്റ്ററാണ്. നമ്മൾ മാസ്റ്റേഴ്സിൻ്റെ വർക്ക് കാണുമ്പോഴും ആൾക്കാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഭയങ്കര മൊറൽ ബൂസ്റ്ററാണ്. ഈവൻ സിഗ്നേച്ചർ ഫിലിം നമ്മൾ ഒരുപാട് കൗതുകത്തോടെ നോക്കിക്കാണുന്നതാണ്. ഞാൻ ആദ്യത്തെ IFFK വന്നപ്പം PK നായർ സാറിന് ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഫിലിമായിരുന്നു. ഐ തിങ്ക് KR മനോജ് സാർ ചെയ്തത്. സോ ബേസിക്കലി ഡെഫിനറ്റ്ലി ലൈക്ക് ഏതൊരു ഫിലിം മേക്കറിനും ഏതൊരു ഫിലിം മേക്കറിനും അവരുടെ ഫിലിം പ്രസൻറ്റ് ചെയ്യാനും പിന്നെ ഒരു ജെന്വിൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടാനും ഉള്ള മികച്ച വേദി ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇറ്റ്സ് എ കോമൺ പീപ്പിൾസ് ഫെസ്റ്റിവൽ. ഇറ്റ്സ് സിനിഫൈൽസ് പിൽഗ്രിമേജ് ആക്ച്വലി. ഞാൻ അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നത് ആക്ച്വലി. സോ അതന്നെ ലൈക്ക് സോ ഡെഫിനറ്റ്ലി ലൈക്ക് ഇപ്പം എല്ലാവരും ഒരു ആഗ്രഹമാണല്ലോ ലൈക്ക് ഇങ്ങനത്തെ ഒരു സ്പേസിൽ നിങ്ങൾ ഒരു അഗൈൻ ദ തിങ് ഈസ് ഇവിടുത്തെ ഓഡിയൻസ് ഒരു സംഭവം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വർക്കൗട്ട് ആയെങ്കിൽ അവർ ഏറ്റെടുക്കും. അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആയില്ല, അത് പൊട്ടൻഷ്യസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പം ആ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യും ബേസിക്കലി. സോ അത്ര ജെന്വൻ ആയിട്ടുള്ള ഓഡിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു, ആണിപ്പോഴും. സോ വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കിക്കാണുമ്പോൾ സോ അങ്ങനെ ഡെഫിനറ്റ്ലി ഇതൊരു വളരെ എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ വളരെ മികച്ചൊരു ക്യൂറേറ്റഡ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് IFFK. ഓക്കെ, ഈ FTI തന്നിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതേപോലെ ഇവിടെ KR നാരായണിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോയതാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് സ്കൂളുകളുടെ ഒരു ബാക്കപ്പ് കൂടെ ഉണ്ട്.
അത് തരുന്ന ഒരു ഇൻസ്പിറേഷൻ എന്താണ്? ആളുകൾ അക്കാദമിക്കൽ ആവണമെന്നും ആവണ്ടെന്നും പറയുന്ന ഒരു സമയമാണല്ലോ. ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് തന്നിട്ടുള്ള ഒരു ബൂസ്റ്റ് എന്താണ്? So basically, first of all, I mean, for me, like I believe, cinema is a very, very, very unorganized sector actually in terms of professional practice and all. So, അവിടെ actually നമ്മൾ lot of things are in stake. Okay, so ഒന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി അവെയർ ഓഫ് ലൈക്ക് ഇൻ ടേംസ് ഓഫ് സിനിമാറ്റോഗ്രഫി ഐ പേഴ്സണലി ബിലീവ് ലൈക്ക് ദ ടെക്നിക്കൽ ആസ്പെക്ട് ഓൾ ദിസ് തിങ്സ് യു ഷുഡ് നോ ആൻഡ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഈ FTA പോലത്തെ അല്ലെങ്കിൽ ഏതൊരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തരുന്ന ഒരു സപ്പോർട്ടുണ്ട്. ആ ഒരു നമ്മളെ ഒരു സ്വപ്നം കാണിക്കാൻ തരുന്നൊരു ഒരു വലിയൊരു സ്പേസ് ഉണ്ടാക്കി നമുക്ക്. ബിക്കോസ് ലൈക്ക് ഇറ്റ്സ് വെരി അൺഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് ലോട്ട് ഓഫ് ലൈക്ക് കാസ്റ്റ് ബേസ്ഡ് റീജിയണൽ ബേസ്ഡ് ജെൻഡർ ബേസ്ഡ് അങ്ങനെ ആ രീതിയിലുള്ള ഒരു എന്താ പറയണ്ട ഒരു ഫേവറിറ്റിസവും ആ രീതിയിലുള്ള ഒരു എല്ലാം നിലനിൽക്കുന്ന ഒരു സ്പേസാണ്. സോ അങ്ങനത്തെ ഒരു സ്പേസിൽ ഹൗ യു പെർഫോം ആക്ച്വലി so to the confidence basically, how you build that confidence. It's very personal, like it's my own personal experience like it's not, I'm not generalizing it. So I think like for me like academically approaching medium like cinema is very important actually. Okay. So it doesn't mean like you have to get into institution or something like that. But you have to some academically you have to work something. You have to like maybe like you have to go through like books and all, and so another sambhavan. Okay. So because cinema is itself like I believe like cinema or cinematography, it's a techno aesthetics medium. Technology is there and aesthetics is there. Technological part actually നമുക്ക് അത് പഠിക്കാൻ പറ്റും. ലൈക്ക് അത് നമ്മൾ ഈവൻ തിയററ്റിക്കലി നമുക്ക് പഠിക്കാൻ പറ്റും. ബട്ട് ദ aesthetical part actually for that you need certain observation. You need certain observation. Aesthetics, what is my aesthetics? It's me actually. What is your aesthetics? It's you. Yeah. Okay. So it's come with certain certain world vision, world view basically. Okay. So ആ ഒരു വേൾഡ് വ്യൂവിൽ ആക്ച്വലി നമ്മൾ ഇപ്പം ഇങ്ങനത്തെ ഒരു സ്പേസ് FTA പോലത്തെ സ്പേസ് ദാറ്റ് സ്പേസ് ഹാസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. റാൻഡംലി നമ്മളൊരു 5 പേര് ഇരിക്കുകയാണെങ്കിൽ 5 ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ സംഭവത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് 5 ഡിഫറെൻറ്റ് വേൾഡ് വ്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ ബേസിക്കലി ഇപ്പോൾ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും സോ ഞാൻ പറഞ്ഞത് ആ ഒരു എസ്തറ്റിക്കൽ പാർട്ടുണ്ട്. അത് നമ്മളെ ആരും പഠിപ്പിക്കാൻ പറ്റത്തില്ല ആക്ച്വലി. ഇത് FTA പറ്റി സംസാരിക്കുമ്പോൾ തന്നെ FTA കൂടുതലായിട്ട് ഇപ്പോൾ പൊളിറ്റിസൈസിങ് ചെയ്യുന്നുണ്ട്, പോളറൈസ്ഡ് ആവുന്നുണ്ട് എന്നുള്ള കൂടെ നമ്മൾ പറയാറുണ്ട്. അപ്പം അവിടുത്തെ ചെയർപേഴ്സണായിട്ട് ആളുകളെ പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിലുള്ള രാഷ്ട്രീയ ആശയങ്ങളുള്ള ആളുകളെ നിയോഗിക്കുന്ന സമയത്ത് അതിനെതിരെ എതിർപ്പുകൾ വരുന്നുണ്ട്. അപ്പം ഇത്തരം ഫാക്ടേഴ്സ് ഇത്തരം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോലും കയറി വരുന്നുണ്ട് എന്നുള്ള ഒരു ഫാക്ടർ നിലനിൽക്കുന്നുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഡെഫിനറ്റ്ലി നോട്ട് ഓൺലി FTA ആക്ച്വലി. FTAയിൽ ഇപ്പം ജോഹൻ അപ്പോയിന്റ് ചെയ്യുന്ന മുമ്പ് ലൈക്ക് ദേ ഹാവ് അപ്പോയിന്റഡ് അപ്പാറാവ് in HCU and Jagadish Kumar in JNU. So all this political appointment was there. I believe like any institution, it's a progressive space. It's a free space to exchange your idea. So we all know like what scenario we are going on. Like certain hegemony is there. So within our medium or like within our like academic medium, we should raise our voices. So that's a learning actually. That is also a learning. Yeah, that's a learning. So cinema എന്നുള്ള മീഡിയത്തിലൂടെ മാക്സിമം എക്സ്പ്ലോറേഷൻസ് സാധ്യമാകട്ടെ. ഈ ഫിലിം ഫെസ്റ്റിവലിന് പുറമെ മറ്റ് എല്ലാ തിയേറ്ററുകളിലും നല്ല സിനിമകളും ആയിക്കൂടെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. Thank you.